Hi everyone, welcome back to Groww Malayalam. 2026-27 യൂണിയൻ ബഡ്ജറ്റ് ഇന്ന് പാർലമെന്റിൽ പ്രസന്റ് ചെയ്തു. ഒരുപാട് തടസ്സങ്ങളും US താരിപ്പോഴത്തെ ഗ്ലോബൽ ചലഞ്ചസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യൻ എക്കോണമി കാണിച്ച റെസിലിയൻസ് ഈ ഒരു ബഡ്ജറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗവൺമെന്റ് കാപ്പെക്സ് പുഷാണ്. ഇപ്പൊ 2026-27 ഫൈനാൻഷ്യലിലേക്ക് കാപ്പെക്സ് 12,20,000 കോടിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇയർ ഓവർ ഇയർ 9% ഗ്രോത്തോടെ. അപ്പൊ ഇവിടുത്തെ മെസ്സേജ് ക്ലിയർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ലെഡ് ഗ്രോത്ത് തന്നെയായിരിക്കും ഇവിടുത്തെ മെയിൻ പോളിസി തീം. 5 ലക്ഷത്തിലധികം പോപ്പുലേഷനുള്ള സിറ്റിയിലേക്കുള്ള ശ്രദ്ധ കൂട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് Tier 2 അതുപോലെ Tier 3 സിറ്റീസ്. ഇതാണ് പുതിയ ഗ്രോത്ത് എഞ്ചിൻ ആയിട്ട് ഇവിടെ മാറുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അലോക്കേഷൻ, പോളിസി ഡയറക്ഷൻ, ഇൻസെന്റീവ്സ് ഒക്കെ യൂസ് ചെയ്ത് ലോങ് ടേം ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന സ്പെസിഫിക് സെക്ടേഴ്സ് ആവും നമ്മളോട് ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ ഇന്ന് നമ്മൾ റിലേറ്റീവ്ലി ബെറ്റർ പൊസിഷൻ നിൽക്കാൻ ചാൻസ് ഉള്ള സ്റ്റോക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സെക്ടർ നോക്കാം. ഇന്നത്തെ ആദ്യത്തെ സെക്ടർ എന്ന് റെയിൽവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പോൾ ഗവൺമെന്റ് 7 ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രോത്ത് കോറിഡോർസ് എന്നാണ് അറിയപ്പെടുന്നത്. ലൈക്ക് ഇപ്പൊ മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബാംഗ്ലൂർ, അങ്ങനെ. അപ്പൊ ഇതിന്റെ ഒപ്പം 20 നാഷണൽ വാട്ടർവേസ്, കോസ്റ്റൽ കാർഗോ പുഷ്, ഷിപ്പ് റിപ്പയർ എക്കോസിസ്റ്റം, അതുപോലെ 10,000 കോടിയുടെ കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊത്തം കോമ്പിനേഷൻ പറയുന്നത് ഒരു ഒറ്റ സ്റ്റോറിയാണ്. ഇന്ത്യയുടെ ലോജിസ്റ്റിക് കോസ്റ്റ് സ്ട്രക്ചറിൽ കുറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ആംഗിളും കൂടി ഉണ്ട്. ഗവൺമെന്റ് കാർബൺ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ആയിട്ട് സ്റ്റീൽ, സിമെന്റ്, റിഫൈനറീസ്, അതുപോലെ കെമിക്കൽ സെക്ടേഴ്സിനായിട്ട് 20,000 കോടി വാല്യൂള്ള 5 വർഷത്തേക്കുള്ള ഔട്ട്ലേ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്സിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ വരുന്നതാണ് ലാസൻ ടുബ്രോ, റെയിൽ വികാസ് നിഗം, അതുപോലെ ജുപ്പിറ്റർ വാഗൺസും. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത സെക്ടർ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ ശ്രദ്ധ ജസ്റ്റ് അസംബ്ലി മാത്രമല്ല, പക്ഷെ മൊത്തം ഇലക്ട്രോണിക് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അനൗൺസ്മെന്റ് ഇന്ത്യ സെമികണ്ടക്ടർ മിഷൻ 2.0 ആണ്. അപ്പൊ ഇതിന്റെ സ്കോപ്പ് ഇപ്പം ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോ എക്യുപ്മെന്റ് ആൻഡ് മെറ്റീരിയൽസ്, ഫുൾ സ്റ്റാക്ക് ഇന്ത്യൻ IPയും, ചിപ്പ് ഡിസൈനും, പിന്നെ ഇൻഡസ്ട്രി ലെഡ് R&Dയും, കൂടാതെ സ്കിൽ ഡെവലപ്മെന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ അർത്ഥം ഒരു ലോങ് ടേം ഫോക്കസ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീമിന്റെ ഔട്ട്ലേ 22,919 കോടിയിൽ നിന്ന് 40,000 കോടിയിലേക്ക് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിക്സൺ ടെക്നോളജീസ്, അതിൽ കെയ്ൻസ് ടെക്നോളജീസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. അപ്പൊ ഏതൊക്കെ സ്റ്റോക്സിനാണ് ബെനിഫിറ്റ് ലഭിക്കാൻ വേണ്ടി സാധ്യതയുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത് ബയോഫാർമയാണ്. അപ്പൊ ഈ വർഷം ബയോഫാർമ ശക്തി എന്ന സ്കീമിന്റെ കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് 10,000 കോടിയുടെ ഔട്ട്ലേ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നീക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോക്കസ് മോസ്റ്റ്ലി ജനറിക് മെഡിസിനിലായിരുന്നു. പക്ഷേ എക്കോണമിക് സർവേ 2025-26 പ്രകാരം ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി ഇപ്പോൾ വോളിയം ഡ്രിവൺ ഗെയിമിൽ നിന്ന് വാല്യൂ ഡ്രിവൺ ഗെയിമിലേക്ക് ഇവിടെ മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു മിഷന്റെ കീഴിൽ 3 പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. കൂടാതെ 7 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒപ്പം 1000 അക്രിഡേറ്റഡ് ക്ലിനിക്കൽ ട്രയൽ സൈറ്റ്സിന്റെ നെറ്റ്വർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ മാർക്കറ്റിൽ എത്തും മുന്നേ മെഡിസിൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെയിൻ ഫോക്കസ് ഇമ്പോർട്ടഡ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കലിലായിരുന്നു, APIs, പിന്നെ കീ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ്, ഡ്രഗ് ഇന്റർമീഡിയറ്റ്സിലേക്കുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ ഒരു ലക്ഷ്യം വെച്ച് ബൾക്ക് ഡ്രഗ്സിന് വേണ്ടി PLI സ്കീം അവിടെ ലോഞ്ച് ചെയ്തു. അതുവഴി സെപ്റ്റംബർ 2025 വരെ ഏകദേശം 4,763 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റ്സിൽ 3 വേൾഡ് ക്ലാസ് ബൾക്ക് ഡ്രഗ് പാർക്സ് ഇവിടെ ഡെവലപ്പ് ചെയ്തു. ടോട്ടൽ ഔട്ട്ലേ 3,000 കോടിയായിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിനെ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കാനും കൂടാതെ തന്നെ ഹൈ വാല്യൂ ഡ്രഗ്സ് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പൊ ഈ ഒരു പോളിസി ബയോസിമിലേഴ്സിലും കോംപ്ലക്സ് മോളിക്യൂൾസിലും വർക്ക് ചെയ്യുന്ന കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കോസ്റ്റ് സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനും അതോടെ CDMO എക്കോസിസ്റ്റത്തിൽ പതുക്കെ ഗ്രോത്ത് വരും. അപ്പൊ ഇതിൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് ആണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് കാണാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ഫൈനൽ സെക്ടർ വരുന്നത് ക്രിട്ടിക്കൽ ആൻഡ് റെയർ എർത്ത് മിനറൽസ് ആണ്. യൂണിയൻ ബഡ്ജറ്റ് 2026 ഗവൺമെന്റ് ക്രിട്ടിക്കൽ മിനറൽസ് വളരെയധികം ഫോക്കസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒഡീസ, കേരള, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പോലെയുള്ള മിനറൽ റിച്ച് സ്റ്റേറ്റ്സിന് റെയർ എർത്ത് കോറിഡോർസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സപ്പോർട്ട് നൽകും. അപ്പൊ ഇത് മൈനിങ്, പ്രോസസിംഗ്, അതുപോലെ മാനുഫാക്ചറിംഗ് എക്കോസിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ ഇന്ത്യയുടെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യും. ഇപ്പോൾ ഗവൺമെന്റ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഗ്രീൻ ടെക്കിന് വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ മിനറൽസിൽ സ്ട്രോങ് വാല്യൂ ചെയിൻ ഉണ്ടാക്കാനായിട്ട് അടുത്ത 7 വർഷത്തേക്ക് 34,300 കോടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്സ് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, NMDC,
പ്ലസ് നമ്മൾ ഈ ടേബിൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി ബഡ്ജറ്റ് 2026 വേറെ ചില സെക്ടേഴ്സിന് സ്ട്രോങ് പോളിസി സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ പോസിറ്റീവ് സെന്റിമെന്റ് കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ ടൂറിസം, സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ്, ഈസ്റ്റ് കോസ്റ്റ് ടൂറിസം കോറിഡോർ പോലത്തെ മെഷേഴ്സ് വഴി വലിയൊരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സ് മാക്സ് ഹെൽത്ത് കെയർ, അപ്പോളോ ഹോസ്പിറ്റൽസ് പോലത്തെ ഹോസ്പിറ്റൽ സ്റ്റോക്സ്, പ്ലസ് ഇന്ത്യൻ ഹോട്ടൽസ് പോലത്തെ ഹോട്ടൽ സ്റ്റോക്സ്. ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ പോലത്തെ ഗ്ലോബൽ ക്ലൗഡ് കമ്പനീസ് ഇന്ത്യയിലെ ഡേറ്റാ സെന്റർ യൂസ് ചെയ്ത് ഗ്ലോബൽ കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യുവാണെങ്കിൽ 2047 വരെ 0 ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഇത് ഇന്ത്യനെ ഗ്ലോബൽ ഡേറ്റാ സെന്റർ ഹബ്ബായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഇവിടെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സ് അനന്ത് രാജ്, അതുപോലെ നെറ്റ് വെബ് ടെക്നോളജീസ് ആണ്. അപ്പൊ ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പൊ ബഡ്ജറ്റ് 2026 മെഗാ ടെക്സ്റ്റൈൽ പാർക്സും ഇന്റഗ്രേറ്റഡ് സപ്പോർട്ട് സ്കീമും വഴി ടെക്സ്റ്റൈൽ സെക്ടറിന് ബൂസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രോങ് ആക്കാനും അതുപോലെ എംപ്ലോയ്മെന്റും എക്സ്പോർട്ട് ഗ്രോത്തും രണ്ടിനും സഹായിക്കും. അപ്പൊ KPR മിൽസ് അതിൽ പേൾ ഗ്ലോബൽ പോലത്തെ ടെക്സ്റ്റൈൽ സ്റ്റോക്സിന് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുൾ സ്റ്റോക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ സെക്ടർ വൈസ് സ്റ്റോക്ക് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾ ഇവിടെ ഏത് സെക്ടറാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത്, അതുപോലെ ഏതൊക്കെ സ്റ്റോക്സ് ആണ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്, ആ താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.